എല്ലാവർക്കും നമസ്കാരം. എംബഡഡ് ലാബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ഡിലേ പ്രോഗ്രാമാണ്. അത് അസംബ്ലി ലാംഗ്വേജിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് എങ്ങനെ അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിച്ച് ഒരു സിമ്പിൾ ഡിലേ പ്രോഗ്രാം ചെയ്തെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം അറ്റ്മൽ സ്റ്റുഡിയോ 7 ഞാൻ ഓപ്പൺ ചെയ്യുന്നു. പുതിയ ഒരു പ്രൊജക്റ്റ് ആരംഭിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അസംബ്ലർ എന്ന ഈ ഓപ്ഷനാണ്. കാരണം നമ്മളിവിടെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ അസംബ്ലർ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. ശേഷം ഇവിടെ AVR അസംബ്ലർ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു നമുക്കൊരു പേര് കൊടുക്കാം. ഒരു ഡിലേ പ്രോഗ്രാം എന്ന പേര് കൊടുക്കുന്നു. നമുക്ക് ഫോൾഡർ ഒന്ന് മാറ്റി കൊടുക്കാം. ഈ ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുത്തു. ശേഷം ഓക്കെ കൊടുക്കുന്നു. അപ്പം നമുക്ക് ഡിവൈസ് സെലക്ഷൻ വിൻഡോ വരും. ഇവിടെ നമ്മൾ ATmega32 എന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കുന്നു, ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. 32 ATmega32 സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പം നമുക്ക് നമ്മളുടെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ചെയ്യാനുള്ള വിൻഡോ ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിവിടെ നമ്മളുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ശ്രമിക്കുന്നത് ഈ ഒരു ഡിലേ ഉപയോഗിച്ച് ഒരു 1 മില്ലിസെക്കൻഡ് ഓൺ ആൻഡ് ഓഫ് കണ്ടീഷൻ വരുന്ന തരത്തിലുള്ള ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് മൈക്രോ കൺട്രോളറിൻ്റെ പോർട്ട് C ആണ്. പോർട്ട് സിയിലെ 0th പിന്ന് അല്ലെങ്കിൽ PC0 എന്ന് പറയുന്ന പിന്നിൽ 1 മില്ലിസെക്കൻഡ് ഓണും 1 മില്ലിസെക്കൻഡ് ഓഫും ആയിട്ടുള്ള ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമുക്ക് അസംബ്ലി ലാംഗ്വേജ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് കുറച്ചൊന്ന് വലുതാക്കുന്നു. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ നമുക്ക് നമ്മളുടെ പ്രോഗ്രാംസൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പോർട്ട് C ആണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പോർട്ട് C ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് പോർട്ട് സിയിലെ PC0 എന്ന് പറയുന്ന ആ പിന്നിനെ നമ്മൾ ഔട്ട്പുട്ട് പിന്നാക്കി മാറ്റണം. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, ഔട്ട്പുട്ട് പിന്നാക്കി മാറ്റണം എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം അത് ആദ്യം നമുക്ക് ഔട്ട്പുട്ട് പിന്നാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പം ആദ്യമേ നമ്മൾ ഇൻസ്ട്രക്ഷൻ അടിക്കുമ്പോഴൊക്കെ ആദ്യം ചെയ്യേണ്ട കാര്യം, അസംബ്ലി ലാംഗ്വേജ് ചെയ്യേണ്ട കാര്യം, ഇതിൻ്റെ ഒറിജിൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അത് ആ ഒറിജിൻ എന്ന് പറയുന്നത് 0x00 അല്ലെങ്കിൽ 0th പൊസിഷൻ അല്ലെ 0th മെമ്മറി ലൊക്കേഷൻ മുതലാണ് നമ്മളുടെ പ്രോഗ്രാം വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിനുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് .org 0x00. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പം അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിൻ, നമ്മളുടെ ഈ പ്രോഗ്രാം ലോഡ് ചെയ്യുന്ന ഒറിജിൻ എന്ന് പറയുന്നത് 0th മെമ്മറി ലൊക്കേഷൻ മുതലായിരിക്കും എന്നുള്ള മീനിങ് ആണ് അതിന് വരിക. ഓക്കെ, ഒറിജിൻ നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ നമുക്ക് സെറ്റ് ചെയ്യാം. പോർട്ട് DDRC എന്ന് പറയുന്ന രജിസ്റ്ററിലെ PC0 പിന്നെ നമ്മൾക്ക് ഹൈ ആക്കി കൊടുക്കാം. ഹൈ ആക്കുമ്പോഴാണല്ലോ ഔട്ട്പുട്ട് പിന്നാക്കുന്നത്. PC0 പിന്നിനെ നമുക്ക് ഔട്ട്പുട്ടാക്കി കൊടുക്കാം. അപ്പോൾ അതിന് നമുക്ക് DDRC എന്ന് പറയുന്ന രജിസ്റ്ററിലെ 0th ബിറ്റ് നമുക്ക് ഹൈ ആക്കിയാണ് വേണ്ടത്. അപ്പോൾ ആദ്യമേ നമുക്ക് എന്താണോ അതിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ലോഡ് ചെയ്യേണ്ട വാല്യൂ നമ്മളൊരു രജിസ്റ്ററിലേക്ക് ആദ്യം ലോഡ് ചെയ്ത് കൊടുക്കണം. ആ രീതിയിലാണ് ഈ എന്താ പറയുക അസംബ്ലി ലാംഗ്വേജ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ LDI എന്ന് പറഞ്ഞാൽ ലോഡ് ഇമ്മീഡിയറ്റ് എന്നുള്ളതാണ്. ഇതിൽ ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു രജിസ്റ്ററിലേക്കാണ് നമ്മൾ ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കവിടെ കുറേയേറെ രജിസ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു രജിസ്റ്റർ ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ ഉപയോഗിക്കുന്നത് R16 എന്ന് പറയുന്ന രജിസ്റ്ററാണ്. R16, 0x01 എന്ന് പറയുന്ന 01 എന്ന് പറയുന്ന വാല്യൂ ഞാനവിടെ കൊടുക്കാൻ കാരണം എന്താണ്?
കാരണം നമുക്ക് ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്റർ പോർട്ട് സിയുടെ ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്ററാണ് DDRC. അവിടുത്തെ 0th ബിറ്റിനെയാണ് നമുക്ക് ഹൈ ആക്കേണ്ടത്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ R16 വാല്യൂ ആണ് ഇനി DDRC എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കാൻ. അത് നമ്മളിങ്ങനെ ഔട്ട് DDRC, R16 എന്നിങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ പോർട്ടുമായി ബന്ധപ്പെട്ട രജിസ്റ്ററിലേക്ക് വാല്യൂ ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഔട്ട് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഔട്ട് ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുമ്പം അതിൻ്റെ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ആ പോർട്ടിൻ്റെ പേരും രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു രജിസ്റ്ററിൻ്റെ പേരും ആയിരിക്കും. ഈ രജിസ്റ്റർ എന്ന് പറയുന്നതിലാണ്, ഈ രജിസ്റ്ററിലായിരിക്കണം നമ്മൾ എന്ത് വാല്യൂ ആണോ ഈ DDRCയിലേക്ക് ലോഡ് ചെയ്യേണ്ടത് ആ വാല്യൂ പറഞ്ഞു കൊടുക്കാൻ, ആ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 0x01 എന്ന് പറയുന്ന വാല്യൂ R16ലേക്ക് ലോഡ് ചെയ്യുന്നു. R16ൽ നിന്ന് അത് DDRCയിലേക്ക് കൊടുക്കുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക? PC0, അപ്പം PC0 എന്ന് പറയുന്ന ഇത് ഔട്ട്പുട്ട് പിന്നായി മാറി. PC0 ബിക്കംസ് ഔട്ട്പുട്ട് പിൻ. അതൊരു ഔട്ട്പുട്ട് പിൻ ആയിട്ട് മാറി. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെമിക്കോളൻ ഉപയോഗിച്ചാൽ മതി. സെമിക്കോളൻ അവിടെ ആ ഗ്രീൻ കളറിലാണല്ലോ അത് വരുന്നത്. അവിടെ സെമിക്കോളൻ കഴിഞ്ഞിട്ട് വരുന്നതെല്ലാം കമൻ്റായിട്ടായിരിക്കും പരിഗണിക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്കിത് ഔട്ട്പുട്ട് പിന്നാക്കി മാറ്റി. ഇനി നമുക്കൊരു സ്ക്വയർ വേവ് ആണ് ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ഒരു സ്ക്വയർ വേവ് ഓൺ ആകുക ഓഫ് ആകുക എന്നുള്ളതാണല്ലോ സ്ക്വയർ വേവ് എന്ന് പറയുക. അപ്പം നമുക്ക് ആദ്യം പോർട്ട് സിയിലേക്ക് നമുക്ക് ഒരു വാല്യൂ ലോഡ് ചെയ്ത് കൊടുക്കുക, ഹൈ കൊടുക്കുക. അതിനുശേഷം അത് ലോ ആക്കുക, വീണ്ടും പോർട്ട് സിയിലെ വാല്യൂ ഹൈ ആക്കുക, പിന്നെയും പോർട്ട് PC0 എന്ന് പറയുന്ന ആ പിന്നിൻ്റെ വാല്യൂ ഹൈയും ലോയും ആക്കിക്കൊണ്ടിരുന്നാൽ അവിടെ നമുക്കൊരു സ്ക്വയർ വേവ് കിട്ടും. ഓക്കെ. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് ഇവിടെ ഇപ്പം ഈ സ്റ്റാർട്ട് ഇതൊരു ലൂപ്പാണ്. ഈ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ജമ്പ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു ലൂപ്പായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുക. അപ്പം ഞാനിവിടെ ആദ്യം കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ CLR R16. അപ്പോൾ CLR R16 എന്ന് അടിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഈ R16ലെ വാല്യൂ ഇവിടെ ഇപ്പോൾ 0x01 ആണല്ലോ, അത് ക്ലിയർ ചെയ്യും എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരിക. അപ്പോൾ 0 ആയി മാറും. R16ൽ എന്താണോ വാല്യൂ ഉണ്ടായിരുന്നത്, എന്ത് വാല്യൂ ആയിരുന്നാലും ശരി, അത് ഇപ്പം ഈ CLR R16 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് 0 ആയിട്ട് മാറും. അപ്പോൾ ഈ 0 ആയിട്ടുള്ള വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്യും? പോർട്ട് രജിസ്റ്ററിലേക്ക് ഞാൻ ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഔട്ട് പോർട്ട് C, R16. അപ്പം 0 ആണ് ഇപ്പോൾ പോർട്ട് സിയിലേക്ക് വാല്യൂ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? അവിടെ PC0 എന്ന് പറയുന്ന ആ പിന്ന് 0 ആയിട്ട് മാറി. ഇനി ഇതിന് ശേഷം നമുക്ക് ഹൈ വാല്യൂ ആണ് ഈ പോർട്ട് സിയിലേക്ക് കൊടുക്കേണ്ടത്. പക്ഷേ അതിന് മുമ്പേ ഞാനൊരു ഡിലേ വിളിക്കുന്നു, കാൾ ഡിലേ. ആ ഡിലേയുടെ പ്രോഗ്രാം നമ്മൾ വേറെ എഴുതി കൊടുക്കണം, അത് നമുക്ക് എഴുതാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഡിലേ ഇങ്ങനെ ഡിലേ എന്ന് എഴുതി കൊടുക്കുന്നു. ഓക്കെ. ഇനി ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പം എന്ത് പറ്റി? ഈ R16ലേക്ക് ഇവിടെ ക്ലിയർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. R16 ക്ലിയർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം ഈ R16ൻ്റെ വാല്യൂ പോർട്ട് സിയിലേക്ക് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ പോർട്ട് സിയിലെ PC0 എന്ന് പറയുന്ന ആ പിന്നിലിപ്പം എന്ത് വാല്യൂ ആയിരിക്കും ഉണ്ടാകുക? 0 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ലോ വോൾട്ടേജ് ആയിരിക്കും അവിടെ ഉണ്ടാകുക. ഓക്കെ. 0 വോൾട്ടേജ് ആയിരിക്കും അവിടെ ഉണ്ടാകുക. ഓക്കെ. അപ്പോൾ ഇനി നമുക്കത് ഹൈ വോൾട്ടേജ് ആക്കി കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ ആദ്യമേ ഇൻക്രിമെൻറ്റ് R16 എന്നും കൊടുക്കുന്നു. അപ്പം R16ൻ്റെ വാല്യൂ ഇപ്പം 01 ആയിട്ടുണ്ട്. 0x01 എന്ന് ലോഡ് ചെയ്ത് കൊടുക്കുന്നതിന് തുല്യമാണ് ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1+ എന്ന് പറഞ്ഞാൽ R16 + 1 എന്നുള്ള അർത്ഥമാണ് ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ വരിക. ഇപ്പം 0 ആണ് R16ൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എങ്കിൽ ഒന്ന് ഇൻക്രിമെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്കും അത് 1 ആയിട്ട് മാറും. അപ്പോൾ ഇൻക്രിമെൻറ്റ് ചെയ്ത വാല്യൂ ഞാൻ വീണ്ടും പോർട്ട് സിയിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കുന്നു. പോർട്ട് C, R16. അപ്പോൾ എന്താണ് സംഭവിക്കുക? PC0 എന്ന് പറയുന്ന പിന്ന് അപ്പോൾ ഹൈ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി കാൾ ഡിലേ കൊടുക്കുന്നു. അപ്പോൾ കാൾ ഡിലേ കൊടുക്കുമ്പോൾ ഡിലേ പ്രോഗ്രാമിനെ വിളിക്കുന്നു. അപ്പോൾ ഇതൊരു 1 millisecond ഡിലേ ആയിരിക്കണം.
ഇതും ഒരു 1 മില്ലി സെക്കൻഡ് ഡിലേ ആയിരിക്കണം. അപ്പം ഇവിടെ 1 മില്ലി സെക്കൻഡ് ഡിലേ ഇവിടെ ഉള്ളതുകൊണ്ട് എന്താ സംഭവിക്കുക, പോർട്ട് സി ഹൈ ആയിക്കഴിഞ്ഞ് 1 മില്ലി സെക്കൻഡ് ഇവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഈ 1 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പം 1 മില്ലി സെക്കൻഡ് നേരം ഇവിടെ ഇത് ലോ ആയിട്ടിരിക്കും. ഓക്കെ, അല്ലെ 0 വോൾട്ടേജിലെത്തും. അതിനുശേഷം ഇൻക്രിമെൻറ്റ് R16 കൊടുത്തു കഴിയുമ്പം R16ൻ്റെ വാല്യൂ 0x01 ആവുകയും പോർട്ട് സിയിലേക്ക് അത് ലോഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും എന്ത് പറ്റും, PC0 എന്ന് പറയുന്ന പിന്ന് ഹൈ ആയിട്ടിരിക്കുകയും ചെയ്യും. അത് എത്ര നേരം ഇരിക്കും, അത് ഈ ഡിലേ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 1 മില്ലി സെക്കൻഡ് നേരം, 1 മില്ലി സെക്കൻഡ് നേരം അത് ഓണായും 1 മില്ലി സെക്കൻഡ് നേരം ഓഫായിട്ടും ഇരിക്കും. അത് ജമ്പ് സ്റ്റാർട്ട് ഈ ഒരു ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇത് എപ്പോഴും ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ലൂപ്പായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഒരു 1 മില്ലി സെക്കൻഡ് ഓണും 1 മില്ലി സെക്കൻഡ് ഓഫും ഉള്ള ഒരു കണ്ടിന്യൂസ് സ്ക്വയർ വേവ് നമുക്ക് ഈ PC0 എന്ന് പറയുന്ന പിന്നിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം തീർന്നിട്ടില്ല, നമുക്ക് അതിൻ്റെ ഡിലേ പ്രോഗ്രാം നമുക്ക് എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഡിലേ എന്നെഴുതുന്നു, സെമിക്കോളൻ ഇടുന്നു. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ കാൾ ഡിലേ എന്ന് പറയുന്ന ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നേരെ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് പിന്നെ ഇതായിരിക്കും പിന്നെ എക്സിക്യൂട്ട് ചെയ്യുക, ഈ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഡിലേ പ്രോഗ്രാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അത് ഫസ്റ്റ് ചെയ്യുന്നത് നമ്മളൊരു രജിസ്റ്ററിലേക്ക് ഒരു വാല്യൂ ലോഡ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് ആദ്യം ഒരു സിമ്പിൾ ഡിലേ പ്രോഗ്രാം ഉണ്ടാക്കാം. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് നമ്മളുടെ ഈ പ്രോഗ്രാമിന് യോജിച്ച രീതിയിലേക്ക് അതിനെ മാറ്റാം. ഓക്കെ, ഇപ്പം ഞാനിവിടെ ആദ്യം ഒരു വാല്യൂ ഞാൻ ലോഡ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം LDI ഇപ്പോൾ R20, ഞാനൊരു R20 എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ, ഏത് രജിസ്റ്റർ വേണമെങ്കിലും ഉപയോഗിക്കാം. R20 എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ഞാനിവിടെ ഉപയോഗിക്കുന്നു. അതിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു വാല്യൂ ലോഡ് ചെയ്ത് കൊടുക്കുന്നു. 2 എന്ന് പറയുന്ന ഒരു വാല്യൂ ഞാനിവിടെ ലോഡ് ചെയ്ത് കൊടുക്കുന്നു. R20 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് 2 എന്ന് പറയുന്ന ഒരു വാല്യൂ ഞാൻ ലോഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ അത്രയും സമയം ഈ ഡിലേക്കുള്ളിൽ തന്നെ ഇങ്ങനെ നിൽക്കണം, അതിന് വേണ്ടിയുള്ള ഒരു ലൂപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. അപ്പോൾ അതിന് ഫസ്റ്റ് അടിക്കുന്നത് നോപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനാണ്. നോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട എന്നുള്ള അർത്ഥമാണ്. പക്ഷേ ഇത് ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞാലും അവിടെ ഒരു ക്ലോക്ക് സൈക്കിൾ ആ നോപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് എടുക്കും. അപ്പോൾ ഡിലേ പ്രോഗ്രാമൊക്കെ ഉണ്ടാക്കുമ്പം ഈ നോപ്പ് ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഡിലേ ഉണ്ടാക്കാനാണ് പ്രധാനമായിട്ടും ഈ നോപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത്, ഒരു ഡിലേ കൊടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആ നോപ്പ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഇനി കൊടുക്കുന്നത് ഡിക്രിമെൻറ്റ് R20 എന്നുള്ളതാണ്. അപ്പം R20നെ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്തു. R20 എന്ന് പറഞ്ഞ രജിസ്റ്ററിനെ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്തു. ഇപ്പോൾ 2 ആയിരുന്നു ഇതിൻ്റെ അകത്തെ വാല്യൂ. അപ്പോൾ ഒരു തവണ ഇത് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, R20ക്കകത്തെ വാല്യൂ 1 ആയിട്ട് മാറും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു നോപ്പ് ഇൻസ്ട്രക്ഷനെയും ഡിക്രിമെൻറ്റ് ഇൻസ്ട്രക്ഷൻസിനെയും നമ്മൾ ഒരു ലൂപ്പിനുള്ളിൽ കൊടുക്കുകയാണ്. അപ്പോൾ ആ ലൂപ്പിൻ്റെ ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് BRNE ബാക്ക് എന്ന് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ BRNE എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് നോട്ട് ഈക്വൽ എന്നുള്ള മീനിങ് ആണ് വരിക. ഓക്കെ, ബ്രാഞ്ച് നോട്ട് ഈക്വൽ അതെന്താണെന്ന് പറയാം. അത് ഞാനിവിടെ ഇങ്ങനെ കൊടുക്കുന്നു, ഇവിടെ ബാക്ക്. ഓക്കെ, BRNE ബാക്ക്. അപ്പോൾ ഇവിടെ ബ്രാഞ്ച് നോട്ട് ഈക്വൽ എന്നാണ് BRNE എന്ന് പറയുന്നത്. BRNE എന്ന് പറയുന്നതാണ് ബ്രാഞ്ച് നോട്ട് ഈക്വൽ. അപ്പോൾ എന്തുമായിട്ട് നോട്ട് ഈക്വൽ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ടുമായിട്ട്. ഇപ്പോൾ ഈ BRNE എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണ്, ഈ ഡിക്രിമെൻറ്റ് R20 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനാണ്. ഇതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 0 ആണോ എന്നുള്ളതാണ് വിഷയമാകുന്നത്. ഓക്കെ, ഇത് 0 ആണെങ്കിൽ ഇത് ഫോൾസ് ആയിരിക്കും, ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഫോൾസ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ എപ്പോഴും 0 ആണ് ഒരു ഇൻസ്ട്രക്ഷൻ. ഇതിനു മുമ്പ് ഈ BRNEക്ക് മുമ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ്റെ റിസൾട്ട് 0 ആണോ എന്നാണ് BRNE, ബ്രാഞ്ച് ഇഫ് നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ ഇത് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പം R20യുടെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ 1 എന്ന് പറയുന്ന റിസൾട്ട്, അപ്പോൾ അത് 0 അല്ല. അപ്പോൾ 0 അല്ലാത്ത കണ്ടീഷനിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ
സീറോ ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു ഫ്ലാഗ് ഉണ്ട് ഈ അറ്റ്മേഗ 32 അല്ലെങ്കിൽ അറ്റ്മേഗ സീരീസിലുള്ള കൺട്രോളേഴ്സിൽ. ഓക്കെ, അപ്പോൾ ആ സീറോ ഫ്ലാഗ് എപ്പോഴാണ് സെറ്റാകുന്നതെന്ന് വെച്ചാൽ എപ്പോഴാണോ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് സീറോ ആകുന്നത്, അപ്പോഴാണ് സീറോ ഫ്ലാഗ് സെറ്റാകുന്നത്. BRNE എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സീറോ ഫ്ലാഗിലേക്കാണ്. എപ്പോഴാണോ ഈ സീറോ ഫ്ലാഗ് സെറ്റാകുന്നത് അപ്പോൾ ഈ എന്താ പറയുക, ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഫോൾസ് ആയിട്ടായിരിക്കും എടുക്കുക. ഫോൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നോട്ട് ഈക്വൽ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നോട്ട് ഈക്വൽ ടു 1 അല്ലെങ്കിൽ സീറോ ഫ്ലാഗ് 1 അല്ലാത്ത സ്റ്റേറ്റിൽ എന്നുള്ള അർത്ഥമാണ് ഈ BRNE എന്ന് പറയുന്ന ഫ്ലാഗിന് വരുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഇത്രയും മനസ്സിലാക്കുക. ഇവിടെ ഈ പ്രോഗ്രാമിനുള്ളിൽ ഇത്രയും മനസ്സിലാക്കുക. ഈ R20 എന്ന് പറയുന്ന രജിസ്റ്ററിലെ വാല്യൂ സീറോ അല്ലാത്ത മറ്റെന്ത് വാല്യൂ ആണെങ്കിലും ഈ ബാക്ക് എന്ന് പറയുന്ന ഇങ്ങോട്ടേക്ക് ലൂപ്പ് ചെയ്യും. ഇത് ലൂപ്പ് ചെയ്യും. എപ്പോഴാണോ ഇത് ഡിക്രിമെൻറ്റ് ചെയ്ത് ഈ R20 എന്ന് പറയുന്ന രജിസ്റ്ററിലെ വാല്യൂ സീറോ ആകുന്നത്, അപ്പോൾ എന്ത് ചെയ്യും, ഈ ഇൻസ്ട്രക്ഷൻ പിന്നെ ബാക്ക് പോവില്ല, ഇവിടെ നിന്ന് താഴേക്ക് അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമായിരിക്കും ചെയ്യുക. അപ്പം ഞാൻ അത് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാം, അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് വ്യക്തമാകും. അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ അപ്പം ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഇത് റിട്ടേൺ ചെയ്യണം. അതിന് RET എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഫസ്റ്റ് ഇവിടെ കോൾ ഡിലേ വരുമ്പോൾ ഈ ഇവിടെ വരും, ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം റിട്ടേൺ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഇൻസ്ട്രക്ഷൻ പിന്നെ ഇവിടെ നിന്നായിരിക്കും പിന്നെ ഇങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മളിതിൻ്റെ പ്രോഗ്രാം തയ്യാറാക്കുന്നത്. ഇനി ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഒരു ഡിലേ കൊടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരു 1 millisecond ഡിലേയിലേക്കാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു മൈക്രോ കൺട്രോളറിൻ്റെയൊക്കെ ഡിലേ എന്ന് പറയുന്നത് പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന്, ഇതിൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ ഈ ഓരോ ഇൻസ്ട്രക്ഷൻസും എത്ര ക്ലോക്ക് സൈക്കിൾ എടുക്കും എന്നുള്ളതാണ് പ്രധാന കാര്യം. ഓക്കെ, എത്ര ക്ലോക്ക് സൈക്കിൾസ് വീതം വേണം എന്നുള്ളതാണ്. കൂടാതെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാന കാര്യം എത്ര മെഗാഹെർട്സിൻ്റെ ക്രിസ്റ്റൽ ഓസിലേറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എത്ര മെഗാഹെർട്സിൻ്റെ ക്ലോക്ക് സിഗ്നലാണ് നമ്മൾ മൈക്രോ കൺട്രോളറിലേക്ക് കൊടുക്കുന്നത് എന്നതിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പ്രധാനമായി ഈ 2 കാര്യങ്ങളെയാണ് ഡിലേ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇത് എത്ര ക്ലോക്ക് സൈക്കിൾസ് എടുക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം ഈ ഡിലേ എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ക്ലോക്ക് സൈക്കിൾസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന് എത്ര ക്ലോക്ക് സൈക്കിൾ വേണം എന്ന് നോക്കാം. അപ്പോൾ ആ ക്ലോക്ക് സൈക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഫർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഫർ ചെയ്യുന്നത് ഏറ്റവും നല്ലത്, പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഡാറ്റ ഷീറ്റ് റെഫർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് അറ്റ്മേഗ 32ൻ്റെ ഡാറ്റ ഷീറ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു മൈക്രോ കൺട്രോളറുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും അത് അതിൻ്റെ ലാസ്റ്റ് പേജിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക മിക്ക ഡാറ്റ ഷീറ്റിലും. അപ്പോൾ അതിൻ്റെ ഏതാണ്ടൊരു ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷൻ സെറ്റ് സമ്മറി എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 329 അല്ലെങ്കിൽ 329ാമത്തെ പേജിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൈക്രോ കൺട്രോളറിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും ഈ ഇതിനുള്ളിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജനറലി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മ്യൂമോണിക് കോഡ്, ഇപ്പം എന്നുള്ളതാണെങ്കിൽ ആടെന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ആഡ് പിന്നെ അതിൻ്റെ അകത്ത് ഓപ്പറൻസ് ആയിട്ട് വരുന്ന എന്തൊക്കെയാണ് എന്ന് കാണാം. പിന്നെ എന്താണത് സംഭവിക്കുന്നത്, ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഓപ്പറേഷൻ എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് അഫക്റ്റ് ചെയ്യുന്ന ഫ്ലാഗുകൾ ഏതെല്ലാമാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അതിന് ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എത്ര ക്ലോക്ക് സൈക്കിൾ വേണം എന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. നമുക്കിവിടെ ഈ ക്ലോക്ക് സൈക്കിളിനെ കുറിച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. എത്ര ക്ലോക്ക് സൈക്കിളാണ് ഓരോ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വേണ്ടത് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോൾ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണല്ലോ. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ നമുക്ക് ഇതിൻ്റെ അന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ
അത് നമ്മളിവിടെ ഇൻസ്ട്രക്ഷനെ ഇവിടെ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല തരത്തിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ടൈപ്പാണ്. അപ്പോൾ ആ ടൈപ്പിലുള്ളത് വേണം നമ്മളിവിടെ നോക്കാനായിട്ട്. ഓക്കെ, ഇതല്ല ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിലായിരിക്കും എന്താ പറയുക നമുക്ക് വേണ്ട ഈ കോൾ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കോൾ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്, അതെന്താണ് ചെയ്യുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് സബ് റൂട്ടീൻ കോൾ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നോക്കേണ്ടത് ഇവിടെ ഈ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന 4 എന്ന് പറയുന്ന വാല്യൂ ആണ്. 4 എന്ന് പറയുന്നത് എന്താണ് ഇവിടെ 4 ക്ലോക്ക് സൈക്കിൾസ് ആണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പം വേണ്ടി വരിക. ഓക്കെ, 4 ക്ലോക്ക് സൈക്കിൾസ്. അത് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഈ ഡിലേ എന്ന് പറയുന്ന പ്രോഗ്രാമിന് നമുക്ക് വേണ്ടത് 4 ക്ലോക്ക് സൈക്കിൾസ് ആണ്. 4 ക്ലോക്ക് സൈക്കിൾസ്. ഓക്കെ, അപ്പോൾ ഈ കോൾ ഡിലേ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 4 ക്ലോക്ക് സൈക്കിൾസ് എടുക്കും. പിന്നെ നേരെ ഇവിടെയാണ് വരിക. അപ്പോൾ ഈ കോൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും, പിന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഈ ഡിലേ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് വരും, പിന്നെ ഇതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് എത്ര ക്ലോക്ക് സൈക്കിൾ വേണമെന്ന് നോക്കാം. LDI എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ LDI ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കണം. LDI ഇൻസ്ട്രക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് 1 ക്ലോക്ക് സൈക്കിൾസ് ആണ് വേണ്ടി വരിക. ഇതാണ് LDI. ഇതെന്ന് പറയുന്നത് 1 ക്ലോക്ക് സൈക്കിൾ ആയിരിക്കും ഇവിടെ വേണ്ടി വരിക. ഓക്കെ, അത് നമുക്ക് നോട്ട് ചെയ്യാം. വൺ ക്ലോക്ക് സൈക്കിൾ. പിന്നെ നോപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. ഓക്കെ, റെഫർ ചെയ്ത് മതി. ഞാൻ ഇതിനും 1 ക്ലോക്ക് സൈക്കിളാണ് വേണ്ടത്. അപ്പോൾ ഇത് 1 ക്ലോക്ക് സൈക്കിൾ. അതുപോലെ തന്നെ ഈ ഡിക്രിമെൻറ്റിനും ഈ ഡാറ്റ ഷീറ്റിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, അതിനും 1 ക്ലോക്ക് സൈക്കിളാണ് വേണ്ടത്, എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വേണ്ടത്. പിന്നെ ഈ VRNE ബാക്ക് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന്, ഓക്കെ, ഈ എന്താ പറയുക, ഈ ഇൻസ്ട്രക്ഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ക്ലോക്ക് സൈക്കിളും, അത് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ 1 ക്ലോക്ക് സൈക്കിളുമാണ് വേണ്ടി വരിക. ഓക്കെ, അപ്പം ട്രൂ ആകുന്ന കണ്ടീഷൻ ബ്രാഞ്ച് ഇഫ് നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞാൽ 0 ഫ്ലാഗ് എന്ന് പറയുന്നത് 0 ആയിരിക്കുന്ന കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഇത് ബാക്കിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ഇത് ലൂപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഇതിൻ്റെ റിസൾട്ട് ഇവിടെ ഈ R20 എന്ന് പറയുന്ന ഈ രജിസ്റ്ററിൽ എപ്പോഴാണ് 0 വരുന്നത് അപ്പം ഇത് ഫോൾസ് ആകുകയും ചെയ്യും. അപ്പോൾ ട്രൂ ആണെന്നുണ്ടെങ്കിൽ 2 ക്ലോക്ക് സൈക്കിൾസും, ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ 1 ക്ലോക്ക് സൈക്കിളും ആണ് ഇതിന് വേണ്ടി വരിക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ റിട്ടേൺ ഇൻസ്ട്രക്ഷനെ കുറിച്ച് നമ്മൾ ഡാറ്റ ഷീറ്റിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഇതിന് 4 ക്ലോക്ക് സൈക്കിളാണ് വേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ ഒക്കെ എവിടെ നിന്നാണ് കിട്ടിയതെന്നാണ് ഞാൻ കാണിച്ചു തന്നത്. ആ ഡാറ്റ ഷീറ്റിലാണ് നമുക്ക് ഈ ക്ലോക്ക് സൈക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുക. അപ്പോൾ അത് റെഫർ ചെയ്താൽ മതി. ഓരോ ഇൻസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡാറ്റ ഷീറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ഈ R20 എന്ന് പറയുന്ന ഇതിൻ്റെ ഉള്ളിലെ വാല്യൂവിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു ഡിലേ പ്രോഗ്രാം എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ലൂപ്പ് എത്ര തവണ കറങ്ങും എന്നുള്ളത്, എത്ര തവണ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളത് ഈ R20 എന്ന് പറയുന്ന വാല്യൂവിന് അനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ 2 കൊടുത്തതെങ്കിൽ ഇത് 2 തവണ എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ 3 കൊടുത്തതെങ്കിൽ ഇത് 3 തവണ ഇതിങ്ങനെ ഇത് ലൂപ്പ് ചെയ്യും. ഓക്കെ, 10 കൊടുത്തതെങ്കിൽ 10 തവണ. പക്ഷേ ഈ R20 നമുക്ക് കൊടുക്കാവുന്ന ഇതൊരു 8 ബിറ്റ് രജിസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഇത് കൊടുക്കാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 255 ആണ്. ഓക്കെ, അതിൽ കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇത് 8 ബിറ്റ് കൊണ്ട് അല്ലേ 8 വൺസ് എന്ന് പറഞ്ഞാൽ 255 ആണ്. ഓക്കെ, അപ്പോൾ അതുവരെ നമുക്കിവിടെ വാല്യൂ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനൊരു എന്താ പറയുക, അക്കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ചിട്ടുണ്ടാകണം. ഇതിൽ ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ ഒരു 1 മില്ലി സെക്കൻഡ് ഡിലേ ആണ് വേണ്ടത്.
അപ്പം ഈ 1 മില്ലി സെക്കൻഡ് ഡിലേ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസിയാണ്. അപ്പം നമുക്കറിയാം, നമുക്ക് 16 മെഗാ ഹെർട്സ് വരെയുള്ള ക്രിസ്റ്റൽ ഓസിലേറ്റർ ഈ ATmega32മായി ബന്ധപ്പെടുത്തി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നമുക്കിവിടെ ഒരു കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഈ കാണിക്കുന്നത് ഒരു 1 മെഗാ ഹെർട്സിൻ്റെ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉപയോഗിക്കുന്ന കേസാണ്. ഓക്കെ, ഇനി ഇൻറ്റേർണലി തന്നെയുള്ള ഒരു 1 മെഗാ ഹെർട്സിൻ്റെ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ടല്ലോ. അപ്പോൾ ആ ഇൻറ്റേർണൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ തന്നെ, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ക്ലോക്ക് കൊടുക്കുമ്പോൾ 1 മെഗാ ഹെർട്സ് ക്ലോക്ക് കൊടുത്താൽ നമുക്ക് എങ്ങനെ 1 മില്ലി സെക്കൻഡ് ജനറേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ 1 മെഗാ ഹെർട്സ് ക്ലോക്കുമായി ബന്ധപ്പെട്ട് ചില കാൽക്കുലേഷൻസ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം 1 മെഗാ ഹെർട്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 1 മെഗാ ഹെർട്സ് എന്ന് പറഞ്ഞാൽ 1 മെഗാ ഹെർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടൈം പീരീഡ് എത്രയാണ് കിട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എത്ര ടൈം വേണം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിൻ്റെ ഫ്രീക്വൻസി അറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ ടൈം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അത് 1 ഡിവൈഡഡ് ബൈ 1 മെഗാ ഹെർട്സ് ആയിരിക്കും ടൈം പീരീഡ് എന്ന് പറയുന്നത്, 1 മെഗാ ഹെർട്സ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? 1 ഡിവൈഡഡ് ബൈ 1, 2, 3, 4, 5, 6. ഓക്കെ, 1 ഡിവൈഡഡ് ബൈ 1 കഴിഞ്ഞ് 6 0. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 മൈക്രോ സെക്കൻഡ് എന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 മെഗാ ഹെർട്സ് ക്രിസ്റ്റൽ ഓസിലേറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ക്ലോക്ക് സൈക്കിളിന് വേണ്ട സമയം എന്ന് പറയുന്നത് എത്രയാണ്? 1 മൈക്രോ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഒരു ക്ലോക്ക് സൈക്കിൾ എന്ന് പറയുന്നത് 1 മൈക്രോ സെക്കൻഡ് കൊണ്ടായിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യപ്പെടുക. ഓക്കെ, നമുക്ക് എഴുതി വെക്കാം. 1 ക്ലോക്ക് സൈക്കിൾ ഈക്വൽ ടു 1 മൈക്രോ സെക്കൻഡ് ആയിരിക്കും അവിടെ വേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത്. ഓക്കെ, 1 ക്ലോക്ക് സൈക്കിളിന് 1 മൈക്രോ സെക്കൻഡ് ആയിരിക്കും ടൈം എടുക്കുക. ഓക്കെ, അപ്പം നമുക്കിവിടെ വേണ്ടത് എത്രയാണ്? 1 മില്ലി സെക്കൻഡ് ഡിലേ ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഡിലേ എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ട ഡിലേ എത്രയാണ്? ഇപ്പോൾ 1 മില്ലി സെക്കൻഡാണ്. 1 മില്ലി സെക്കൻഡ് എന്ന് പറയുന്നതിനെ എന്ത് ചെയ്യാം? നമുക്ക് മൈക്രോ സെക്കൻഡിലേക്ക് ആക്കിയ 1000 മൈക്രോ സെക്കൻഡ് ആണ് 1 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1000 ക്ലോക്ക് സൈക്കിളാണ് നമുക്കവിടെ ആ ഡിലേ കൺസ്യൂം ചെയ്യേണ്ടത്. മൊത്തം ആ ഡിലേ ഒരു തവണ വിളിക്കുമ്പോൾ അവിടെ 1000 മൈക്രോ സെക്കൻഡ് അല്ലെങ്കിൽ 1000 ക്ലോക്ക് സൈക്കിൾസ് നമ്മളവിടെ കൺസ്യൂം ചെയ്യണം, ആ ഡിലേ കൺസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഇത് വിളിക്കുമ്പോൾ നമുക്കിതിനെ എത്ര ഇത് വേണ്ടി വരും, അല്ല ഓരോ തവണയും ഇത് വിളിക്കുമ്പോൾ എത്ര ക്ലോക്ക് സൈക്കിൾസ് നമുക്ക് വേണ്ടി വരുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മളിവിടെ കാൾ ഡിലേ എന്ന് പറയുന്ന ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തു. അപ്പം നമുക്കിവിടെ 4 ക്ലോക്ക് സൈക്കിൾസ് ആണ് വേണ്ടി വരുന്നത്. ഓക്കെ, 4 ക്ലോക്ക് സൈക്കിൾസ് വേണ്ടി വരുന്നു. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇവിടെ 4 എന്ന് പറയുന്ന ക്ലോക്ക് സൈക്കിൾ വേണ്ടി വന്നു. പിന്നെ അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ഇതാണ്. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 ക്ലോക്ക് സൈക്കിൾ വേണ്ടി വരും. അപ്പം 4 1 5 ക്ലോക്ക് സൈക്കിൾ ഈ 2 ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആകും. അതിനുശേഷം നമുക്കിവിടെ വരുന്നത് ഈ 3 ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഈ ലൂപ്പാണ്. ഈ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും ഇത് നടക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ എക്സിക്യൂഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ എത്ര ക്ലോക്ക് സൈക്കിൾ വേണം എന്നുള്ളത് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ R20 എന്ന് പറയുന്ന വാല്യൂ ഞാൻ 2 എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. 2 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പം ഈ ലൂപ്പ് 2 തവണ കറങ്ങും. ഓക്കെ, 2 തവണ കറങ്ങുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നോപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന് 1 ക്ലോക്ക് സൈക്കിൾ വേണ്ടി വരും. ഡിക്രിമെൻറ്റ് R20 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന് 1 ക്ലോക്ക് സൈക്കിൾ വേണ്ടി വരും. BRNE ബാക്ക്, അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ക്ലോക്ക് സൈക്കിൾ വേണ്ടി വരും. അപ്പം 1 2 2 4 അങ്ങനെ 4 ക്ലോക്ക് സൈക്കിളാണ് വേണ്ടി വരിക. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഇത് 2 ആണ്. അപ്പോൾ 2 ആയി കഴിയുമ്പം ഇവിടെ വന്നു നോപ്പ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തു. ഡിക്രിമെൻറ്റ് R20 കൊടുത്തു. R20 കൊടുക്കുമ്പോൾ 1 ക്ലോക്ക് സൈക്കിൾ എടുത്തു. പക്ഷേ ഈ R20 ഡിക്രിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ R20യിലെ വാല്യൂ 1 ആയി മാറും. 1 ആയി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
പിന്നെ BRNA ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, അത് ട്രൂ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് പോവാം എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ 2 ക്ലോക്ക് സൈക്കിൾ എടുക്കും, ബാക്കിലേക്ക് പോകും. അപ്പോൾ ഫസ്റ്റ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പം ഇത് 4 ക്ലോക്ക് സൈക്കിൾ എടുത്തു. എന്നാൽ രണ്ടാമത്തെ തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പം, ഓക്കെ, രണ്ടാമത്തെ തവണ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ഫസ്റ്റ് നോപ്പ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തു. അപ്പം R20 വാല്യൂ 1 ആയിരുന്നു. പക്ഷേ ഇത് ഡിക്രിമെൻ്റ് R20 കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു, R20 വാല്യൂ 0 ആയിട്ട് മാറി. പിന്നെ BRNA നോക്കിക്കഴിയുമ്പം എന്ത് പറ്റി, ഇത് ഫോൾസ് ആണ്. ഫോൾസ് ആയി കഴിയുമ്പോൾ എന്ത് പറ്റും, ഇത് ഒരു ക്ലോക്ക് സൈക്കിളെ അപ്പം എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. എന്നിട്ട് ഇത് താഴേക്ക് വന്ന് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ 2 തവണ ഇത് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ വാല്യൂ ഇവിടെ 2 ആയിരിക്കുമ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇത് ഫസ്റ്റ് ഫുൾ സൈക്കിൾ എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് മൊത്തം 4 ക്ലോക്ക് സൈക്കിൾസ് അവിടെ എക്സിക്യൂട്ട് ചെയ്തു. പക്ഷേ രണ്ടാമത്തെ തവണ അത് ആ സമയത്ത് എന്ത് ചെയ്യും, ഇത് ഇത് ഫോൾസ് ആയിട്ട് മാറി. ഈ BRNA ബാക്ക് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഫോൾസ് ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പം അവിടെ 3 ക്ലോക്ക് സൈക്കിൾസേ വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഇത് 2 തവണ ഇത് മൊത്തം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി വരുന്നത് 8 ക്ലോക്ക് സൈക്കിളാണ്. പക്ഷേ രണ്ടാമത്തെ തവണ ഈ BRNA ബാക്ക് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഫോൾസായി മാറുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു, അവിടെ 2 ക്ലോക്ക് സൈക്കിളിന് വരെ 1 ക്ലോക്ക് സൈക്കിളിനെ എടുക്കുന്നുള്ളൂ. അപ്പം നമുക്കവിടെ 7 ക്ലോക്ക് സൈക്കിൾ മാത്രമേ ആവശ്യമായി വരികയുള്ളൂ. മൊത്തം 7 ക്ലോക്ക് സൈക്കിൾ മാത്രമേ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എടുക്കുകയുള്ളൂ. 8 എണ്ണം എടുക്കില്ല. കാരണം എന്താണ്, അവസാനത്തെ ടൈമിൽ അല്ലെ ലാസ്റ്റ് എക്സിക്യൂഷൻ ടൈമിൽ ഇത് ഫോൾസായി മാറും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഇത് 3 എന്നാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക, 2 തവണ ഫുള്ള് എക്സിക്യൂഷൻ നടക്കും. ലാസ്റ്റ് 3-ാമത്തെ തവണ നമുക്ക് 1 ക്ലോക്ക് സൈക്കിൾ എപ്പോഴും കുറവായിരിക്കും. അപ്പം നമുക്ക് 3 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4, 3, 12 -1 അല്ലെ 11 ക്ലോക്ക് സൈക്കിളായിരിക്കും ഇതിന് വേണ്ടി വരിക. അതുപോലെ 5 ഇവിടെ വരുന്നതെങ്കിൽ 5 × 4 20 - 1 19 ക്ലോക്ക് സൈക്കിൾസ് ആയിരിക്കും അതിന് വേണ്ടി വരിക. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്തും കൂടെ കാണിക്കാം. അപ്പോൾ അത് കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. നമുക്കിനി എക്സിക്യൂട്ട് ചെയ്യുമ്പം എങ്ങനെയാണ് സംഭവിക്കുക എന്നും കൂടെ ഒന്ന് നോക്കാം. അപ്പം ഞാൻ ആദ്യം ഇതിനെ ബിൽഡ് ചെയ്യുന്നു. ബിൽഡ് ചെയ്യുന്നതിന് F7 പ്രസ് ചെയ്താൽ മതി. എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 1 സക്സീഡഡ്, അപ് ടു ഡേറ്റ് ഫെയിൽഡ്, 0 ഫെയിൽഡ് എന്ന് വന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് സക്സസ്ഫുള്ളായി ബിൽഡായി. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് എന്താ പറയുക, എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെ സിമുലേറ്റ് ചെയ്യാം. അപ്പോൾ സിമുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിലുള്ള ഈ ഒരു സ്റ്റാർട്ട് ഡീബഗിങ് അല്ലെങ്കിൽ F5 എന്ന് കീയെ പ്രസ് ചെയ്താൽ മതി. ഈ ഒരു കീയിൽ പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഇങ്ങനെയൊരു വിൻഡോ വരും. അപ്പം നമ്മളിവിടെ സെലക്ട് ഡീബഗർ പ്രോഗ്രാമർ എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സിമുലേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൺട്രോളേഴ്സ് കൊടുത്ത് അത് സേവ് ചെയ്യുക. വീണ്ടും ഈ സ്റ്റാർട്ട് ഡീബഗിങ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് ഡീബഗിങ് സ്റ്റോപ്പ് ചെയ്യാനാണെങ്കിൽ സ്റ്റോപ്പ് ഡീബഗിങ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഉണ്ട്. ഒരു ചുവന്ന ഇത് കാണാം, അവിടെ ക്ലിക്ക് ചെയ്താൽ ഡീബഗിങ് സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഏറ്റവും ഇടത് സൈഡിലായിട്ട് സ്റ്റാർട്ട് ഡീബഗിങ് ആൻഡ് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷനിലേക്ക് അത് പോയിൻ്റ് ചെയ്ത് നിൽക്കും. പിന്നെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഞാനത് അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻ ഇവിടെ ഫസ്റ്റ് നമ്മുടെ തുടങ്ങുന്നിടത്ത് എന്താ പറയുക ഒരു ആരോ മാർക്ക് വന്ന് നിൽക്കുന്നത് കാണാം. അതിൻ്റെ അർത്ഥം ഇനി അടുത്തത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഇൻസ്ട്രക്ഷനാണ്. അത് നമ്മൾ പറയുമ്പോഴാണ് അത് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് കൊടുക്കുമ്പോഴാണ് അത് എക്സിക്യൂട്ട് ചെയ്യുക. അങ്ങനെ സ്റ്റെപ്പ് കൊടുക്കാനുള്ള ഐക്കൺ എന്ന് പറയുന്നത് ഇതാണ് സ്റ്റെപ്പ് ഇൻറ്റു അഥവാ അല്ലെങ്കിൽ F11 എന്ന് പറയുന്ന കീ ഉപയോഗിച്ചാലും മതി. ഓക്കെ, സ്റ്റെപ്പ് ഇൻറ്റു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമായിട്ടുള്ള വിൻഡോസൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഫസ്റ്റ് നമുക്കിവിടെ കിടക്കുന്ന ഈ വിൻഡോകളൊക്കെ ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതി. ഞാൻ ഇവിടെ ഉള്ള എല്ലാ വിൻഡോയും ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത് ഇങ്ങോട്ട് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കി വെച്ചു. ഇവിടെ ഡീബഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. വിൻഡോസ്
കൊടുക്കുക. ഇവിടെ IO എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്കിവിടെ IO വിൻഡോ ഓപ്പണായി വരും. ഈ വിൻഡോയെ ഞാൻ ഈ ഇടത് സൈഡിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇത് കുറച്ച് വലുതാക്കി ഇടാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ IO വിൻഡോ. ഇവിടെ നമ്മൾ പോർട്ട് സിയുമായി ബന്ധപ്പെട്ടാണ്, ഇവിടെ ഇപ്പോൾ DDRC എന്ന് ആണല്ലോ കൊടുത്തിരിക്കുന്നത്. പോർട്ട് സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് ഇവിടെ IO പോർട്ട് എന്ന് പറയുന്നത് പോർട്ട് C എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ആ പോർട്ട് സിയുമായി ബന്ധപ്പെട്ട എല്ലാ രജിസ്റ്ററും ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഈ രജിസ്റ്ററിലേക്ക് വാല്യൂ വരുന്നതിനനുസരിച്ച് ഇവിടെ ഈ ചെറിയ ചതുരക്കട്ടകൾ കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ, ഇത് ഓരോ ബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനുള്ളിൽ അതിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻ വരും. ഇതിപ്പോൾ ബിറ്റ് 0, ബിറ്റ് 1, ബിറ്റ് 2 അങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഈ പോർട്ടിലേക്ക് എങ്ങനെയാണ് വാല്യൂ വരുന്നതെന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഓപ്പൺ ആക്കി ഇടുക. ഇനി നമുക്ക് വേണ്ടത് ഡീബഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകുന്നു. ഇവിടെ ക്വിക്ക് വാച്ച് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന രജിസ്റ്റേഴ്സ് നമ്മളിവിടെ R16 അതുകൂടാതെ ഡിലേ പ്രോഗ്രാമിന് വേണ്ടി R20 എന്ന് പറയുന്ന രജിസ്റ്ററുമാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. R16 ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ആഡ് വാച്ച് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമുക്കിവിടെ താഴെ ഒരു വിൻഡോ കാണും. ഇവിടെ R16 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇത് വന്ന് കിടക്കുന്നത് കാണാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് വാച്ച് എന്ന് കൊടുത്താൽ നമുക്ക് വീണ്ടും ഒരു ഇതും കൂടെ വരും. അവിടെ നമുക്ക് ഇതിൻ്റെ വാല്യൂ നമുക്ക് മാറ്റി കൊടുക്കാം. ഇവിടെ R20 കൊടുക്കുന്നു. ഇപ്പം R16, R20 ഈ രണ്ട് രജിസ്റ്റേഴ്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ വിൻഡോ ഈ സൈഡിലിടാം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. അതുപോലെ R16, R20 എന്ന് പറയുന്ന രണ്ട് രജിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കിവിടെ കാണുകയും ചെയ്യാം. അതിൽ വാല്യൂ ലോഡ് ചെയ്യുന്നതൊക്കെ എങ്ങനെയെന്ന് നമുക്കിവിടെ കാണാം. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് സ്റ്റെപ്പായിട്ടാണ്. സ്റ്റെപ്പ് ഇൻറ്റു എന്ന് പറയുന്ന ഇതിലാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, LDI R16 0x01 എന്ന് പറഞ്ഞ ഈ വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ഇത് R16 എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയി മാറി. ഈ 0x01 R16ലേക്ക് ലോഡ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ F11 അല്ലെ F11 എന്ന് പറയുന്ന കീയിലാണ് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാം. ഇതാ F11 പ്രസ് ചെയ്തപ്പോഴത്തേക്കും DDRC എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് R16ലെ വാല്യൂ ലോഡ് ചെയ്തു. അതേതാണ് 0x01. അങ്ങനെ ചെയ്യുമ്പോൾ DDRC ഇത് വലത് സൈഡിൽ നമുക്ക് കാണാം. ഇവിടെ DDRC എന്ന് പറയുന്ന രജിസ്റ്ററിലെ ലാസ്റ്റ് ബിറ്റ് അല്ലേ, ബിറ്റ് 0 എന്ന് പറഞ്ഞാൽ ഹൈ ആയി. അതുകൊണ്ടാണ് അവിടെ റെഡ് കളറിൽ കാണുന്നത്. റെഡ് കളറിൽ എന്ന് പറഞ്ഞാൽ കറൻറ്റ് ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത ഇൻസ്ട്രക്ഷൻ ഇതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള അർത്ഥത്തിലാണ് റെഡ് കളറിൽ കാണുന്നത്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0x01 ആയിട്ട് മാറി. ഞാൻ ഒന്നും കൂടെ പ്രസ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റി, ക്ലിയർ R16. ഇപ്പോൾ R16ൻ്റെ വാല്യൂ 0 ആയി മാറി. അത് ഞാൻ പോർട്ട് സിയിലേക്ക് കൊടുക്കുകയാണ് R16ൻ്റെ വാല്യൂ. അപ്പം ഞാൻ പോർട്ട് സിയിലേക്ക് കൊടുത്തു. അപ്പം പോർട്ട് സിന് ഓൾറെഡി 0 ആയിരുന്നത് കൊണ്ടാണ് അവിടെ വേറെ ഒന്നും വന്നില്ല. പിന്നെ കാൾ ഡിലേ എന്ന് പറയുന്ന ഇതിലേക്ക് പോയി. കാൾ ഡിലേ എന്ന് പറയുന്ന ഇതിലേക്ക് പോയപ്പം ഇപ്പോൾ ഇവിടെ 4 സൈക്കിളാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പം 4 ക്ലോക്ക് സൈക്കിൾ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ LDI എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പം R20യിലേക്ക് 2 എന്ന് പറയുന്ന വാല്യൂ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഇൻസ്ട്രക്ഷൻസ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇത് നമ്മളിവിടെ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് നോപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനാണ്. അത് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തു. ഡിക്രിമെൻ്റ് R20 കൊടുത്തു. അപ്പം ഇത് R20യുടെ വാല്യൂ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അത് ഇവിടെ 1 ആയി മാറിയത് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ BRNE നോട്ട് ഈക്വൽ എന്ന് പറയുന്നത് നോക്കുമ്പോൾ എന്താണ്, 0 ഫ്ലാഗിൽ അപ്പം 0 ആണുള്ളത്. കാരണം ഇവിടെ ഈ ഡിക്രിമെൻ്റ് ഓപ്പറേഷൻ്റെ റിസൾട്ട് 0 ആയെങ്കിൽ മാത്രമേ 0 ഫ്ലാഗ് സെറ്റ് ആകുകയുള്ളൂ. ഇപ്പം 0 ഫ്ലാഗ് ക്ലിയർ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് നോട്ട് ഈക്വൽ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് എന്താ പറ്റും, ഈ ബാക്ക് എന്ന് പറയുന്നതായിരിക്കും അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ നോപ്പ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് 2 ക്ലോക്ക് സൈക്കിൾ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ,
അപ്പം ഇതിപ്പം ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തപ്പം എത്ര ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് വന്നു, എത്ര ഇൻസ്ട്രക്ഷൻസ് വേണ്ടി വന്നു? ഇൻസ്ട്രക്ഷൻസ് അല്ല, ക്ലോക്ക് സൈക്കിൾസ് വേണ്ടി വന്നു. ഫസ്റ്റ് നോപ്പിന് 1, ഡിക്രിമെൻ്റ് R20ക്ക് 1, BRNE ബാക്കിന് 2, അങ്ങനെ 4 ക്ലോക്ക് സൈക്കിൾസ് എടുത്തു. ഇതിപ്പം രണ്ടാമത്തെ തവണ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ രണ്ടാമത്തെ തവണ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഒരു തവണ എക്സിക്യൂട്ട് ചെയ്ത് ഒരു ക്ലോക്ക് സൈക്കിൾ എടുത്തു, ഡിക്രിമെൻ്റ് R20 കൊടുത്തു. അപ്പോൾ R20യുടെ വാല്യൂ ഇവിടെ ഇപ്പോൾ 0 ആയി മാറി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ക്ലോക്ക് സൈക്കിൾ എടുത്തു, ഇപ്പോൾ 2 ക്ലോക്ക് സൈക്കിൾ എടുത്തേ. പിന്നെ BRNE ബാക്ക് എന്ന് പറയുന്ന കണ്ടീഷൻ ഇപ്പം എന്തായിരിക്കും? ഇതെന്ന് പറയുന്നത് ട്രൂ എന്ന് പറയുന്ന കണ്ടീഷനാണ്. കാരണം ഈ R20യുടെ റിസൾട്ട് 0 ആണ്. ഡിക്രിമെൻ്റ് R20 ചെയ്തപ്പോൾ നമുക്ക് 0 ആണ് റിസൾട്ട് കിട്ടിയത്. അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് BRNE ചെയ്യുമ്പോൾ ഇപ്പം 0 ഫ്ലാഗ് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പം ഇത് നോട്ട് ഈക്വൽ എന്നുള്ള അല്ലെങ്കിൽ BRNE ചെയ്യുമ്പം എന്ത് പറ്റും? ഫാൾസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാകുക. അപ്പം ഇവിടെ അപ്പം അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇത് റിട്ടേണിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ബാക്കിലേക്ക് പോകാതെ റിട്ടേണിലേക്ക്. അപ്പോൾ അതിന് ഒരു ക്ലോക്ക് സൈക്കിൾ മതി. അപ്പം നമുക്ക് ഈ ഒരു ലൂപ്പിൽ രണ്ടാമത്തെ തവണ നമുക്ക് എത്ര ക്ലോക്ക് സൈക്കിൾ വേണ്ടി വന്നു? 1, 2, പിന്നെ ഇവിടെ 1, ഒരെണ്ണേ വരുന്നുള്ളൂ. 2 എണ്ണത്തിന് വരെ ഒരെണ്ണേ വരുന്നുള്ളൂ. അപ്പോൾ 3 ക്ലോക്ക് സൈക്കിൾ. അപ്പോൾ ആദ്യം നമുക്ക് 4, രണ്ടാമത്തെ തവണ 3, അങ്ങനെ 4, 3, 7 ക്ലോക്ക് സൈക്കിളാണ് കിട്ടിയത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഇതിങ്ങനെയാണ്. ഇവിടെ കൗണ്ട് എത്രയാണോ കൊടുക്കുന്നത്? 2 ആണല്ലോ കൊടുത്തത്. പിന്നെ ഇവിടെ ടോട്ടൽ എത്ര ക്ലോക്ക് സൈക്കിൾ എടുക്കും? ഇവിടെ 4 ക്ലോക്ക് സൈക്കിളാണ്. ഇത് ട്രൂ എന്ന് പറയുന്ന കണ്ടീഷൻ കൺസിഡർ ചെയ്താൽ 4 ക്ലോക്ക് സൈക്കിളാണ് എടുക്കുക. അപ്പം 4 × 2 8. ആ 8 - 1. ഓക്കെ, കാരണം എന്താണ്? നമുക്ക് 8 ക്ലോക്ക് സൈക്കിളും വേണ്ടി വരികയല്ലോ. ഇതിലെ ഒരു ക്ലോക്ക് സൈക്കിൾ എന്ന് പറയുന്നത് കുറവാണ്. കാരണം എന്താണ്? ഈ BRNE ഫോൾസ് ആയിട്ടിരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് ഒരു ക്ലോക്ക് സൈക്കിൾ മാത്രമേ വേണ്ടി വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് മൊത്തം ഈ ഒരു ലൂപ്പിൽ നമുക്ക് 7 ക്ലോക്ക് സൈക്കിൾസ് ആയിരിക്കും എടുക്കുക. ഓക്കെ, ഇവിടെ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ വന്നു, ഞാനത് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 4 ക്ലോക്ക് സൈക്കിൾ എടുത്തിട്ടായിരിക്കും ബാക്കിലേക്ക് പോവുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം കാൾ ഡിലേ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ്, ഈ ഒരു ഇൻസ്ട്രക്ഷനാണ് നമ്മളിപ്പം എക്സിക്യൂട്ട് ചെയ്തത്. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞേച്ച് നമ്മൾ പിന്നെ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ അടിച്ചു കഴിയുമ്പം, ഈ ഒരു റിട്ടേൺ കൊടുത്തു കഴിയുമ്പം നമുക്ക് അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഇവിടെയാണോ? അല്ല, ഇവിടെ ഒറിജിൻ്റെ ഇവിടെയാണോ വന്നിരിക്കുന്നത്? ഇവിടെയല്ല. നമുക്ക് വേണ്ടത് ഇവിടം മുതലാണ് അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇത് പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷനിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇങ്ങനൊരു പ്രോബ്ലം വരുന്നതിൻ്റെ കാരണം ഇതിൻ്റെ സ്റ്റാക്ക് പോയിൻ്റർ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും ഒരു പ്രോഗ്രാം ചെയ്യുമ്പം ഫസ്റ്റ് നമ്മൾ അതിൻ്റെ സ്റ്റാക്ക് പോയിൻ്ററും ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കണം. ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സ്റ്റാക്ക് പോയിൻ്റർ ഇനിഷ്യലൈസ് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻ അതിങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. LDI, ഞാൻ അവിടെ ഉപയോഗിക്കുന്നത് R16 എന്ന് പറയുന്ന രജിസ്റ്ററാണ്. R16, ലോ ഓഫ് RAM end. പിന്നെ ഔട്ട് SPL എന്ന് പറയുന്നത് സ്റ്റാക്ക് പോയിൻ്ററിൻ്റെ ലോ ബിറ്റ് ആണത്. അപ്പോൾ അതിലേക്ക് ഈ R16 വാല്യൂ ലോഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി LDI R16, ഹൈ RAM end ഔട്ട് SPH. ഇനി ഹൈ രജിസ്റ്ററാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. R16 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഞാൻ ബിൽഡ് ചെയ്യുന്നു. അപ്പോൾ അത് സക്സീഡഡ് എന്ന് പറഞ്ഞു വന്നു. ഓക്കെ, ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യുമെന്ന് നമുക്കൊന്നും കൂടെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാനിത് ഇവിടെ ബ്രേക്ക് ചെയ്ത് നിർത്തി. ഇനി എക്സിക്യൂട്ട് ചെയ്യുന്നു. ഡിലേ ഇതിലേക്ക് വരുന്നു. ഓക്കെ, ഇത് ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തപ്പം ഈ ഇൻക്രിമെൻ്റ് R16 എന്ന് പറയുന്ന ഇതിലേക്കാണ് വന്നിരിക്കുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്തു. ഇപ്പം ഇവിടെ ഔട്ട് പോർട്ട് C, ഇപ്പോൾ 0x01 എന്ന് പോർട്ട് സിയിലെ വാല്യൂ 0x01 എന്നായി. ഇപ്പം അതിനനുസരിച്ച് ഇവിടെ പോർട്ട് സിയിലെ വാല്യൂവും 0x01 ആയത് കാണാവുന്നതാണ്. റെഡ് കളറിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കാണാവുന്നതാണ്. ഇവിടെ ഇപ്പം ഡിലേയിലേക്ക് വന്നു.
ഡിലേ 2 തവണ എക്സിക്യൂട്ട് ചെയ്തു. ഇത് നേരെ അവസാന ഇൻസ്ട്രക്ഷൻ ഡിലേ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആർ ജമ്പ് സ്റ്റാർട്ട് എന്ന് പറയുന്നതാണ്. ഈ ഇൻസ്ട്രക്ഷനിലേക്ക് വന്നു. അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന ആ പോയിന്റിലേക്ക് വന്നു. ക്ലിയർ R16 വന്നു. പിന്നെ പോർട്ട് സിയിലേക്ക് അത് കൊടുത്തു. അതിനനുസരിച്ച് ഇവിടെ വേരിയേഷൻ വരുന്നത് നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഡിലേ വിളിക്കുന്നു. ഇത് 2 തവണ എക്സിക്യൂട്ട് ചെയ്യുന്നു. റിട്ടേൺ വരുന്നു. അപ്പോൾ ഈ റിട്ടേൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ മനസ്സിലാവും മുമ്പ് വന്ന പോലെ ഈ ആദ്യമേ മുതലല്ല വരുന്നത്, ഈ ഇൻസ്ട്രക്ഷൻ മുതലാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ പ്രോഗ്രാം ഇപ്പോൾ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പം നമുക്ക് വേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ വാല്യൂ ഇതിൽ 1 millisecond വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ക്ലോക്ക് സൈക്കിൾസ് വേണമെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു. അത് 1000 ക്ലോക്ക് സൈക്കിൾസ് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ 1 MHz ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉപയോഗിക്കുമ്പോൾ. ഓക്കെ, അപ്പം ഇതിന് മൊത്തം വേണ്ടി വരുന്ന ക്ലോക്ക് സൈക്കിൾസ് എത്രയാണ് എന്ന് നമുക്കൊന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഈ കാൾ ഡിലേ എന്ന് വിളിക്കുമ്പോൾ 4 ക്ലോക്ക് സൈക്കിൾസ് വേണം. ഓക്കെ, അത് നമുക്ക് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം 4 ക്ലോക്ക് സൈക്കിളാണ് കാൾ ഡിലേ വിളിക്കുമ്പോൾ നമുക്ക് വേണ്ടി വരുന്നത്, 4 ക്ലോക്ക് സൈക്കിൾസ്. ഓക്കെ, പിന്നെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പം നമുക്ക് 1 ക്ലോക്ക് സൈക്കിളാണ് വേണ്ടി വരുന്നത്. അത് എഴുതാം, 1 ക്ലോക്ക് സൈക്കിൾ. പിന്നെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ, ഈ ഒരു ലൂപ്പ് മൊത്തത്തിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു എത്രയാണ് ഇവിടെ മൊത്തം 4 ഇൻസ്ട്രക്ഷനാണ് വേണ്ടി വരുന്നത്. ഈ കൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ 2 ആയതുകൊണ്ട് 4 × 2 8. പിന്നെ ഇതിന് ഒരു ഇൻസ്ട്രക്ഷൻ കുറവ് മതി, 1 ക്ലോക്ക് സൈക്കിൾ കുറവ് മതി, അത് -1. അപ്പോൾ 7 ക്ലോക്ക് സൈക്കിൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ജനറലൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ അത് കൗണ്ട് × 4 ഒരു -1 കൊടുക്കുക. ഓക്കെ, അപ്പം ഞാനവിടെ ആ കൗണ്ട് എന്ന് പറയുന്നത് 2 എന്നാണ് കൊടുത്തിരുന്നതെങ്കിൽ ഈ കൗണ്ട് എന്ന് പറയുന്നത് 2 എന്നാണ് കൊടുത്തെങ്കിൽ 4 × 2 8 -1 7 എന്നുള്ളതായിരിക്കും ആ ലൂപ്പിൻ്റെ മൊത്തം ക്ലോക്ക് സൈക്കിളിൻ്റെ എണ്ണം. ഓക്കെ, അത് ഞാൻ പ്ലസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടി, 4 1 5, പിന്നെ ഈ കൗണ്ടിനനുസരിച്ച് ഇതും. ഓക്കെ, പിന്നെ ഇനി അടുത്ത ക്ലോക്ക് സൈക്കിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടം വരെയുള്ളത് ഇനി അടുത്ത് റിട്ടേൺ പോകുമ്പോൾ എത്ര ക്ലോക്ക് സൈക്കിൾ വേണം? 4 ക്ലോക്ക് സൈക്കിൾ വേണം. അത് ഞാനിവിടെ കൊടുക്കുന്നു. ഇവിടെ 4 ക്ലോക്ക് സൈക്കിൾ വേണം. അപ്പം ഇത് നമ്മൾ ഒന്ന് ചെറുതാക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര എണ്ണം വേണം? 4 1 5, 5 4 9, 9. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, 9 പ്ലസ് കൗണ്ട് × 4 -1 എന്നിങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ -1 ഈ 9 നിന്ന് കഴിഞ്ഞാൽ 8 പ്ലസ് കൗണ്ട് × 4 എന്നെഴുതാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മളുടെ ആവശ്യം എത്രയാണ്? നമുക്കിനി കൗണ്ട് എത്രയാണെന്നാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. ആ കൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്കിത് ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. അതെങ്ങനെയാണ് ചെയ്യുക? 8 പ്ലസ് കൗണ്ട് × 4 ഇത് ഈക്വൽ ടു നമുക്ക് എത്രയാണ്? 1000 ക്ലോക്ക് സൈക്കിൾസ് ആണ് വേണ്ടത്. ഓക്കെ, ഈക്വൽ ടു 1000 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതിനെ ചെറുതാക്കിയാൽ കൗണ്ട് × 4 എന്ന് പറയുന്നത് 1000 - 8 എന്ന് പറയുമ്പോൾ 9 9 2 എന്ന് വരും. ഓക്കെ, അപ്പം നമുക്ക് കൗണ്ട് എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? 9 9 2 ÷ 4. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 248 ആണ്. 248 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ 248 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും നമ്മളവിടെ R20ക്ക് കൊടുക്കേണ്ട വാല്യൂ. അപ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് 255 കൂടുതൽ ഒരു വാല്യൂ നമുക്ക് ഒരു രജിസ്റ്ററിലേക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് അവിടെ ഒരു ലൂപ്പിനുള്ളിൽ മറ്റൊരു ലൂപ്പായിട്ടൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ 248 എന്ന് പറയുന്ന വാല്യൂ ആണ്. അത് 255 താഴെ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഈ വാല്യൂ നമുക്ക് അതിലേക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 2ന് പകരം ഞാനിവിടെ 248 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. ഓക്കെ, വേറെ മാറ്റമൊന്നും വരുത്തിയില്ല. 248 എന്ന് പറയുന്ന വാല്യൂ.
ഓക്കെ. അപ്പോൾ ഇത് എന്താ എന്തിനു വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്? 1 millisecond ഡിലേ, 1 millisecond ഡിലേ, 1 millisecond ഡിലേക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ 242 കൊടുത്തത്. ഇനി ഞാൻ F7 പ്രസ് ചെയ്ത് ബിൽഡ് ചെയ്യുന്നു. ഓക്കെ. ഇനി നമുക്കിത് ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് കൃത്യം 1 millisecond ആണോ ഇത് കിട്ടിയെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് നമുക്ക് എന്താ ചെയ്യുക, നമുക്ക് ഒരു ചെറിയൊരു സർക്യൂട്ട് നമുക്ക് വരച്ചു കൊടുത്ത് നോക്കാം. അപ്പോൾ അതിനാദ്യം ഞാൻ പ്രോട്ടീസ് ഓപ്പൺ ചെയ്യുന്നു. ഇനി നമുക്ക് Atmega 32 ആഡ് ചെയ്ത് കൊടുക്കാം. 32 Atmega 32 ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഓക്കെ. ഇനി നമുക്ക് ഈ IC-യിലേക്ക് നമ്മളുടെ പ്രോഗ്രാം ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പ്രോഗ്രാം ഫയൽ ഞാനിവിടെ ലോഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. ഇവിടെ ഡിലേ പ്രോഗ്രാം .hex എന്ന് പറയുന്ന ഈ ഹെക്സ് ഫയലാണ് ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഓപ്പൺ കൊടുക്കുന്നു. അപ്പോൾ അത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഞാനിവിടെ ഇൻറ്റേർണൽ RC 1 MHz അതിൻ്റെ ഡിഫോൾട്ടായിട്ട് വരുന്ന ആ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ 1 MHz ഇൻറ്റേർണൽ ക്ലോക്ക് തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വേറെ ഒന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല. ഈ 1 MHz തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാനിത് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ. ഇനി നമുക്ക് ഇപ്പം PC0 എന്ന് പറയുന്ന പിന്നുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പ്രോഗ്രാം എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പിന്നിൽ നിന്നൊരു സ്ക്വയർ വേവ് ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് കാണണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ഓസിലേറ്റർ ഇതിലേക്ക് കൊടുക്കാം. അതിനായിട്ട് ഇടത് സൈഡിലുള്ള ഈ ഒരു വെർച്വൽ ഇൻസ്ട്രുമെൻറ്റ് മോഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു ഓസിലോസ്കോപ്പിൻ്റെ സിമ്പിൾ വരും. ഇതിലേക്ക് ഞാൻ ഈ PC0 എന്ന് പറയുന്ന പിന്നിൽ നിന്നുള്ളൊരു കണക്ഷൻ ഇത് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു. ഈ ഒരൊറ്റ പിന്നിൽ നിന്നുള്ള കണക്ഷൻ മാത്രം കൊടുത്താൽ മതി. ഓക്കെ. ഇനി നമുക്കിത് സിമുലേറ്റ് ചെയ്യാം. ഞാനിവിടെ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതാ നമുക്ക് നല്ലൊരു സ്ക്വയർ വേവ് അവിടെ ജനറേറ്റ് ആയി വന്നിരിക്കുന്നത് കാണാവുന്നതാണ്. ഓക്കെ. നമുക്ക് ബാക്കിയുള്ള ഇതൊക്കെ ഓഫ് ചെയ്യാം. ഓക്കെ. ഈ ഒരു ചാനൽ മാത്രം നിർത്തിയാൽ മതി. ഇതിൻ്റെ വോൾട്ടേജ് ലെവൽ ഇച്ചിരി കൂടി ഒന്ന് കൂട്ടിക്കൊടുക്കുന്നു. ഓക്കെ. കൂടാതെ ഇതിൻ്റെ ടൈം പീരീഡ് ഇച്ചിരി കൂടി ഒന്ന് വലുതാക്കുന്നു, നമുക്കൊന്ന് കാണാൻ എളുപ്പത്തിന് വേണ്ടി. ഓക്കെ. ഇതിൻ്റെ പൊസിഷൻ നമുക്കിങ്ങനെ ഈ ഒരു എന്താ പറയുക, ഒരു പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമുക്കിങ്ങനെ മാറ്റാൻ പറ്റും. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഇതിൽ ഈ ഒരു പെർഫെക്റ്റ് സ്ക്വയർ വേവ് ആണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് ഇതിൻ്റെ എന്താ പറയുക, ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് ടൈമാണ്. ഓക്കെ. അത് എത്ര ടൈമാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഓരോ ഡിവിഷനും ഇതൊരു ചെറിയ ഗ്രാഫ് പേപ്പർ പോലെയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ ഓരോ ചെറിയ കോളങ്ങളും എത്ര ടൈമാണ് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും. ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയ വാല്യൂ കൊടുത്തിട്ടുണ്ട്, 0.2 m എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ ഓരോ ചെറിയ കോളങ്ങളും 0.2 മില്ലിസെക്കൻഡാണ്. അപ്പോൾ ഇവിടെ എത്ര കോളങ്ങളുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ 1, 2, 3, 4, 5 കോളങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്ന് വെച്ചാൽ ഈ ഓഫ് കണ്ടീഷൻ കാണിക്കുന്ന ഈ കേസിൽ 5 കോളങ്ങളാണ് ഉള്ളത്. 5 കോളങ്ങൾ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു ഈ 0.2. 5 ഇൻറ്റു 0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 0.2 മില്ലിസെക്കൻഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 5 ഇൻറ്റു 0.2 മില്ലിസെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 മില്ലിസെക്കൻഡ് എന്നാണ് കൊടുത്തിരിക്കുക. അപ്പോൾ 1 മില്ലിസെക്കൻഡ് നേരം ഇത് ഓഫായിട്ട് നിൽക്കുന്നത് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഈ ഓൺ സ്റ്റേറ്റ് നോക്കിയാലും ഇവിടെ 1, 2, 3, 4, 5 കോളങ്ങളാണ് ഉള്ളത്. 5 ഇൻറ്റു 0.2 1 മില്ലിസെക്കൻഡ്. അപ്പം 1 മില്ലിസെക്കൻഡ് ഓഫും എക്സാക്റ്റ് 1 മില്ലിസെക്കൻഡ് ഓണുമായിട്ടുള്ള ഒരു സ്ക്വയർ വേവ് നമുക്കവിടെ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഡിലേ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ 248 എന്ന് പറയുന്ന ഈ വാല്യൂയിലേക്ക് നമ്മൾ എങ്ങനെ എത്തി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ജനറലി ഈ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. കൂടാതെ നമ്മൾ ഈ
ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെപ്പോഴും ഡാറ്റ ഷീറ്റ് റെഫർ ചെയ്യുക. അപ്പോൾ നമുക്കത് എത്ര ക്ലോക്ക് സൈക്കിൾ എടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ നമുക്കത് റെഫർ ചെയ്ത് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ ഡിലേ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ഈ ക്ലാസ് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി.